ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഷസ്മോളെ ബർത്ത്ഡേൻ്റെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ചായ കുടിച്ചിതാ നമ്മൾ നേരെ മാറ്റി ഒരുങ്ങാണ്. അപ്പോൾ ഇവിടെ ആൻറ്റി ഒക്കെ നേരത്തെ കാലത്തെ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഇതാ പൗഡർ വാരിയിട്ടത് അതിന് കുറച്ച് അധികമായി പോയോ എന്നുള്ളൊരു സംശയം. സോ അങ്ങനെ നമ്മളെല്ലാവരും ഇത് അവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും സഫീനും ഒരേപോലത്തെ കഫ്താനാണ് ഇട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. ആ ടാബിൾ മാറ്റിയിട്ട് ആ ജനലിൻ്റെ അവിടെ ആയിട്ട് അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മളാണെങ്കിൽ ആരും കാര്യമായിട്ട് അങ്ങനെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടും ഇല്ലായിരുന്നു. പിന്നെ വലിയ പരിപാടി ആക്കണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇവരൊക്കെ വരുന്ന ഉറപ്പുള്ളവരാണ്. എനിക്കാണെങ്കിൽ മെയിനായിട്ട് നല്ലൊരു ആസ്തറ്റിക് ഫോട്ടോ കിട്ടണം. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ കുറേ ആൾക്കാർ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ഫോട്ടോ നല്ല വൃത്തിക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും നടന്നു കിട്ടി. നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആണിത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ബലൂണ് വീർപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്താണെങ്കിൽ ഒരു വീർപ്പിക്കുന്ന ഒരു കോലുണ്ടല്ലോ, അതാണെങ്കിൽ ഇല്ല, ഉണ്ടായിരുന്നോ കാണുന്നേ ഇല്ല. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാവരും ശ്വാസം കൂടിയിട്ടിട്ടാണ് ഈ സാധനം നമ്മൾ വീർപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ ശരിക്കും ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ലോങ് വീഡിയോക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു. ബട്ട് ഞാനത് ഷോർട്സ് ആക്കി. ബാക്കി അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചില ക്ലിപ്സിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് കറക്റ്റ് ക്യാമറയിലേക്ക് ഉണ്ടല്ലോ നോക്കുന്നത്. നമ്മൾ ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ക്യാമറയിലേക്ക് നോക്കുന്നത് നമ്മൾ ഷോർട്ട് ആക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നല്ല മനസ്സിലാവുന്നുണ്ട്. തുടക്കത്തിലുള്ള വീഡിയോസിലൊക്കെ നല്ല മനസ്സിലാവും. ഇത് അടുത്ത ആൾക്കാർ എത്തി. ഇവരെ വണ്ടി വരുന്ന വഴിക്കൊന്ന് പഞ്ചറായിപ്പോയി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവർ വന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. അതുകൂടി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ അവസാനം പറയാം. ശരിക്കും ഇതിന്റെ ബാക്കിൽ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ആക്കിയത്. ശരിക്കും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഞാൻ വിചാരിച്ച ആ ഒരു ഫ്രെയിം കിട്ടണമെങ്കിൽ വേണ്ടിയത്. പക്ഷെ സെറ്റ് ചെയ്ത് വന്നപ്പം കുഴപ്പമില്ല കേട്ടോ, ഉള്ളത് കൊണ്ടോളം പോലെ എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി എല്ലാവരും കൈകളും വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. ആക്ച്വലി ഇത് ശരിക്കും എത്ര മണിയായിട്ടുണ്ടാവും ആ സമയം? ഒരു 11 മണി എന്തായാലും ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രെയിം വരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ അത് ഷെസമോക്കാണെങ്കിൽ കുറേ ആൾക്കാരെ കണ്ടിട്ട് അവിടെ കയറി നിൽക്കാനും ചിരിക്കാനും ഒക്കെ ഒരു മടി. പിന്നെ ഒക്കെ വീഡിയോസ് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് ഓള് പിന്നെയും ചിരിക്കണതും ഇതാക്കണതും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയത്. നമുക്ക് ചിരിക്കാനൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരെ കണ്ടതുകൊണ്ട് തന്നെ ചിരിക്കുമ്പം ആ ഒരു ചിരിയിൽ ആ ടെൻഷൻ നല്ല അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ ചിരി ഒരു രസം പോലെ. അനിയൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അനിയന്റെ വക ചെറിയൊരു കേക്കും സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഇവരെ ആനിവേഴ്സറിയും കൂടി ആയിരുന്നു ഇന്ന്. അപ്പോൾ ആ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ഓരോരോ കേക്ക് മുറിക്കലും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കൂടെ കുറച്ചധികം ഗിഫ്റ്റുകൾ ഷസ്മോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ. സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ.